ഹലോ ഫ്രണ്ട്സ്, അകലെ ലേറ്റസ്റ്റ് റിവ്യൂ. ഋതിക രാജു കാലിനണിയിച്ച് ആ മിഞ്ചിയും നോക്കി ഇങ്ങനെ സന്തോഷത്തോടെ ഇരിക്കുക. അപ്പോൾ രാജു അങ്ങോട്ട് വരിക. രാജു നോക്കിയിട്ട് മനസ്സിൽ പറയുന്നു, ആഹാ കിളി പോയ ലക്ഷണമാണല്ലോ, ഇതിത്തിരി കൂടിയ കേസാണെന്നാണ് തോന്നുന്നത്. രാജു ആ കഥകിന് കുറ്റിയൊക്കെ ഇട്ടിട്ട് പതുക്കെ ഋതിയുടെ അടുത്തോട്ട് ചെന്നിട്ട് ചോദിക്കുന്നു, മേഡം ഇതെന്തുവാ കാലയിലെ മിഞ്ചിയൊക്കെ തടവി ഇങ്ങനെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്നത്? ഋതിക വലിയ സന്തോഷത്തോടെയും നാണത്തോടെയും രാജുവിനോട് പറയാം, രാജു കല്യാണം കഴിച്ച സ്ത്രീകളെ കാലെ മിഞ്ചിയിടുന്ന എന്തിനാണെന്ന് രാജുവിന് അറിയാവോ? അയ്യോ എൻ്റെ പൊന്നു മേഡം, അതൊക്കെ എനിക്ക് എങ്ങനെ അറിയാനാ, ഞാൻ ഒരേ ഒരു കല്യാണമല്ല കഴിച്ചിട്ടുള്ളൂ. ആഹാ അത് കൊള്ളാലോ, അപ്പോൾ ഇനിയും കല്യാണം കഴിക്കുമെന്നാണോ രാജു പറഞ്ഞു വരുന്നത്? ഈ ഒരു കല്യാണം കഴിച്ചത് തന്നെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുവാ ഞാൻ. രാജുവിനറിയാവോ ഈ മിഞ്ചി ധരിക്കുന്നതിൻ്റെ കഥ? എനിക്കറിയില്ല, മേഡം തന്നെ പറഞ്ഞു. ഈ മിഞ്ചി ധരിക്കുന്ന സ്ത്രീകൾക്ക് പെട്ടെന്ന് കുട്ടികളുണ്ടാവും രാജു. അത് കേട്ടെ രാജു അങ്ങ് ഞെട്ടി. മേഡം എന്തൊക്കെയാ പറയുന്നത്? രാജു ഇതൊക്കെ ഒരു വിശ്വാസമല്ലേ? ഓ എന്നാലും എന്തൊരു വിശ്വാസമാണ്, എൻ്റെ നെഞ്ചിലെ തീയാളി. എന്തിനാ രാജു അങ്ങനെയൊക്കെ പറയുന്നത്? രാജു നമുക്കൊരു കുഞ്ഞുണ്ടായാലേ എന്ത് പേരിടും രാജു? അവന് ഞാൻ ശൂന്യൻ എന്ന് പേരിടും. ശൂന്യനോ? എൻ്റെ പൊന്നു മേടവേ, കുഞ്ഞുണ്ടായിട്ട് വേണ്ടേ പേരിടാന്? ഇനിയും വർത്തമാനം പറഞ്ഞുകൊണ്ട് നിന്ന് ശരിയാകില്ലെന്ന് മനസ്സിലാക്കിയിട്ട് രാജു പറയുക, എന്നാലേ ഞാനിനി നിലത്ത് കിടന്ന് ഉറങ്ങാൻ പോവാ. നമ്മുടെ ഋതികയുടെ ഉദ്ദേശം മനസ്സിലാക്കിക്കൊണ്ടും എന്നിട്ട് പെട്ടെന്ന് രാജു ഒരു പായൊക്കെ നിലത്ത് വിരിച്ചങ്ങ് കിടക്കുവാണ്. രാജുവിനെ അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ. ഋതിക പറയുക, രാജു നല്ല കോടമഞ്ഞ് പുറത്ത് കിടുകിടാ വിറയ്ക്കുക. അതിനല്ലേ മേഡം അവിടെ പുതപ്പ് വെച്ചിരിക്കുന്നത്? ചൂടി പുതച്ചങ്ങ് കിടന്നാൽ മതി. രാജുവിൻ്റെ ഭാഗത്തൊന്നും ഒരു അനക്കവും ഇല്ലല്ലെന്ന് മനസ്സിലാക്കിയിട്ട് ഋതിക, രാജു ഈ തറവാട്ടിലെ ഒരുപാട് പ്രേതങ്ങളുണ്ട്. അയ്യോ പ്രേതമോ? രാജു ഒന്ന് ഞെട്ടി. ഇത് കണ്ടിട്ട് ഇത് തന്നെ ചാൻസ് എന്ന് കരുതി നമ്മുടെ ഋതിയെ അങ്ങ് തട്ടിവിടുക ഓരോ കഥകൾ. അതിലെപ്പോഴും ഇവിടെ ഉള്ളത് ആരാന്നറിയാവോ? മല്ലിക എന്ന യക്ഷിയ. അയ്യോ മല്ലികയെന്നൂടെ കേട്ട് കഴിഞ്ഞപ്പോഴേ രാജുവിൻ്റെ പകുതി ജീവൻ പോയി. മേഘമലയിലെ രാജാവായിരുന്ന സന്തനപാണ്ഡ്യൻ്റെ മകളായിരുന്ന മല്ലിക. അത്രയും കൂടെ കേട്ട് കഴിഞ്ഞപ്പോഴേ നമ്മുടെ രാജു പെട്ടെന്ന് ചാടി എഴുന്നേറ്റങ്ങ് ഇരിക്കാൻ തുടങ്ങി. ആ പാണ്ഡ്യനെ ഉണ്ടല്ലോ, എൻ്റെ മുതുമുത്തശ്ശനായ ഒരു രാജാവ് യുദ്ധത്തിലങ്ങ് കൊന്നു കളഞ്ഞു. അവളുടെ അച്ഛനെ കൊന്നതിന് പ്രതികാരം വീട്ടാനായിട്ട് സുന്ദരിയായ ആ മല്ലിക ഇവിടെ വന്നതായിരുന്നു. മല്ലികയെ എൻ്റെ മുതുമുത്തശ്ശനായ വീരമാർത്താണ്ഡവർമ്മ എന്ന രാജാവ് തീ വെച്ച് കൊന്നു. ജീവനോടെ ആ മല്ലികയെ കൊന്നതേ. ആ മല്ലികയുടെ ആത്മാവാണ് കാലിൽ ചിലമ്പണിഞ്ഞ് കരിവളയൊക്കെ ഇട്ട് ഇതിലേക്കൂടൊക്കെ ഇങ്ങനെ രാത്രി നടക്കുന്നത്. നമ്മുടെ രാജു കിടുകിടാ വിറച്ചോണ്ട് ഋതികയോട് ചോദിക്കുന്നു, മേഡം ഈ കഥയൊക്കെ ആര് പറഞ്ഞു തന്നു? രാജു പേടിച്ച് വിറയ്ക്കുന്ന കണ്ടോണ്ട് ഋതിക പറയുക, അയ്യോ രാജു ഇത് കഥയല്ല, മുത്തശ്ശി പറഞ്ഞു തന്ന ചരിത്രമാ. രാജു ശ്രദ്ധിച്ചിരുന്നോ തുറക്കാത്ത ആ മുറി? ആ മുറിക്കാത്ത യക്ഷിയുടെ താമസം. ഈ മല്ലികയുടെ ആത്മാവേ ഇവിടൊക്കെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുക രാജു. അത് കേട്ടിട്ട് വിറച്ചിട്ട് രാജു ഹനുമാനെ വിളിച്ച് പ്രാർത്ഥിക്കുക, എൻ്റെ ഹനുമാൻ സ്വാമി എന്നെ പേടിപ്പിക്കുന്ന സ്വപ്നമൊന്നും കാണിക്കല്ലേ, ആരെങ്കിലും വന്നാൽ വാലുകൊണ്ടടിച്ച് ഓടിക്കണേ. പേടിച്ച് വിറച്ച് രാജു ആ ബെഡ്ഷീറ്റ് എടുത്ത് തലവഴി ചൂടി അങ്ങ് ഉരുണ്ട് കിടക്കുക. എന്നിട്ട് നമ്മുടെ ഋതികയ്ക്ക് ചിരി അടക്കാൻ പറ്റുന്നില്ല. എന്നിട്ട് ഋതിക ചോദിക്കുന്നു, രാജു ലൈറ്റ് ഓഫ് ആക്കണോ? അയ്യോ അതോടെ കേട്ടപ്പോൾ അവൻ വിറച്ചു പോയി. മേഡത്തിന് ലൈറ്റ് ഓഫ് ആക്കണമെങ്കിൽ ഓഫാക്കിക്കോ. നമ്മുടെ ഋതിക എന്നിട്ട് എന്ത് ചെയ്തെന്നറിയാമോ? അവൾ ഒരു ബെഡ്ഷീറ്റൊക്കെ ചൂടിയിട്ട് രാജുവിൻ്റെ അടുത്ത് പോയി ഇങ്ങനെ ഇരിക്കുക. രാജു പേടിച്ച് വിറച്ച ആ ബെഡ്ഷീറ്റ് ഇങ്ങനെ മാറ്റി നോക്കുമ്പോൾ ഋതിക ബെഡ്ഷീറ്റും ചൂടി അങ്ങനെ ഇരിക്കുന്ന അലറി കൂവാണ് രാജു. രാജു പേടിക്കേണ്ട, ഞാനാ രാജു. അയ്യോ ഞാൻ പേടിച്ചു പോയി, ഞാൻ വിചാരിച്ച് മല്ലികയായിരിക്കുമെന്ന്. സ്നേഹത്തോടെ പുഞ്ചിരിയോടെ ഇങ്ങനെ രാജുവിനെ നോക്കിയിരിക്കുന്ന ഋതിയെ കണ്ടിട്ട് രാജുവിന് എന്തൊക്കെയോ തോന്നുന്നുണ്ട്. ഇങ്ങനെ പതുക്കെ ഋതികയുടെ മുഖത്തോട്ട് കൈ കൊണ്ടുവന്നിട്ട് പെട്ടെന്ന് അവനങ്ങ് ഞെട്ടി വേണ്ടാന്നുള്ള ഒരു ഭാവത്തിൽ. അയ്യോ ശിവശിവ ഭഗവാനെ ആഞ്ജനേയ ഇപ്പം ചതിച്ചേനെ എന്ന് രാജു പറയുക. മേഡം ഒന്ന് കട്ടിലേ കയറി കിടന്നേ, എന്നാലേ ഹനുമാൻ സ്വാമി താഴെ കിടന്നങ്ങ് ഉറങ്ങിക്കോ. ഋതികയ്ക്ക് ദേഷ്യവും ചിരിയും വരുന്നുണ്ട്. നമ്മുടെ പത്മാവതി ഒരു വിളക്കൊക്കെ കത്തിച്ച് വെച്ചിട്ട് പറയുക, എൻ്റെ അച്ഛൻ ജീവിച്ചിരുന്നെങ്കിൽ ഇന്ന് 100 വയസ്സായിരുന്നേനെ. എൻ്റെ ദൈവമേ എൻ്റെ ആത്മാവിന് നിത്യശാന്തി നൽകണേ എന്നിങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ പെട്ടെന്ന് ആ വിളക്കം കണഞ്ഞ്. അത് കണ്ട് പത്മാവതി അങ്ങ് വിഷമിക്കുവാണ്. ഭഗവാനെ ഇതെന്തെങ്കിലും ദുസൂചനകളാണോ? പ്രതാപവർമ്മയുടെ വീട്ടിൽ എല്ലാവരും സൂര്യമംഗലത്തോട്ട് പോകാനായിട്ട് റെഡിയായിക്കൊണ്ടിരിക്കുക. പ്രതാപം വന്നിട്ട് ശേഖരനോട് ചോദിക്കുന്നു, എന്താ ശേഖര ആരും ഇതുവരെ റെഡിയായില്ലേ? പെണ്ണുങ്ങളല്ലേ ചേട്ടാ, ഇവർ റെഡിയായി വരാൻ കുറച്ച് സമയമെടുക്കും. അപ്പോൾ നല്ല സുന്ദരി കുട്ടിയായിട്ട് യാമിനി ഒരുങ്ങി വരുന്നുണ്ട്. ആ യാമിനി വന്നല്ലോ, നിക്ക് ചേച്ചിയും കൂടെ വരട്ടെ. അംബികയും മോനും വരാൻ താമസിക്കുന്ന കണ്ടുകൊണ്ട് പ്രതാപം പറയുന്നു, കൃത്യസമയത്ത് അവിടെ എത്തിയില്ലെങ്കിൽ അമ്മയ്ക്ക് ദേഷ്യം വരും.
പിന്നെ അമ്മയുടെ വായിൽ നിന്ന് വല്ലതൊക്കെ കേൾക്കേണ്ടിയും വരും എന്ന് പറയുമ്പോൾ അംബികയും മോൻ വേതാളം കൂടെ മേളിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ട്. എടാ ദീപക്കെ അപ്പം പറഞ്ഞതുപോലെ എന്ന് അംബിക പറയുമ്പോൾ പ്രതാപൻ ചോദിക്കുന്നു, അതെന്താ ഇവൻ വരുന്നില്ലേ? ഉടനെ അംബിക പറയാ, എല്ലാവരും കൂടെ പോയാൽ ഇവിടെ പിന്നെ ആരുണ്ട്? അല്ല ചേച്ചി, അവൻ്റെ ഭാര്യയും കുഞ്ഞും ഇവിടെ ഇല്ലേ? അത് പ്രതാപൻ അറിഞ്ഞില്ലേ? കഴിഞ്ഞ ആഴ്ചയിലൊരു വീട് വാടകയ്ക്കെടുത്ത് ഇവൻ അവരെ അങ്ങോട്ടാക്കി. പെട്ടെന്ന് ശേഖരൻ പറയുന്നു, ഹോസ്റ്റലിലേക്കാണെന്നല്ലോ എന്നോട് പറഞ്ഞത്. അത് കുഞ്ഞുണ്ടല്ലോ, അതുകൊണ്ട് പെട്ടെന്ന് വീട്ടിലോട്ട് മാറി. അംബിക ഒന്ന് ഞെട്ടിത്തെറിച്ച് കള്ളമാണ് പറയുന്നത്. അത് കേട്ടിട്ട് പ്രതാപൻ പറയാം, എന്നാൽ ഇവനും കൂടെ അവരോടൊപ്പം താമസിച്ചുകൂടെ? അംബികയും ദീപക്കിനും യാതൊരു വിശ്വാസവും ഇല്ലാത്തതുകൊണ്ട് ശേഖരൻ ചോദിക്കുന്നു, എടാ ആ പെങ്കൊച്ച് വാടക വീട്ടിൽ തന്നെ ഉണ്ടോടാ, അതോ ഇനി കുഞ്ഞമ്മാവാ ദേണ്ടേ എന്നും പറഞ്ഞ് അവൻ ദേഷിക്കുന്ന കണ്ടോണ്ട് യാമിനി പറയാം, ശേഖരേട്ടാ നമ്മളൊരു നല്ല കാര്യത്തിന് പോവാം, അപ്പോൾ ഈ വിധ കാര്യങ്ങളൊന്നും സംസാരിക്കണ്ട. അംബികയും ദീപക്കും അവിടെ നിൽക്കുന്ന കണ്ടോണ്ട് ശേഖരൻ ചോദിക്കുന്നു, ചേച്ചി എന്താ വരുന്നില്ലേ? ഞാൻ വേറെ കാറിൽ വന്നേക്കാം ശേഖര. അങ്ങനെ അവരെല്ലാം പോയ സന്തോഷത്തിൽ ദീപക് ഇങ്ങനെ നിൽക്കുക. എന്തൊക്കെയോ കുനിഷ്ഠ വേല ചെയ്യാനുള്ള പരിപാടിയാ. അങ്ങനെ സരസ്വതി അമ്മ വിട്ട വേറൊരു കാറിൽ അംബിക കയറി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. പെട്ടെന്ന് ഡ്രൈവർ വണ്ടി നിർത്തിയപ്പോൾ അംബിക ചോദിക്കും, ഇവിടെ എന്തിനാണ് നിർത്തിയത്? അതേ, ഇവിടുന്നൂടെ കുറച്ച് ആൾക്കാരെ കയറ്റിക്കൊണ്ട് വരാറുണ്ട്, സരസ്വതി അമ്മ അത് പറഞ്ഞതാ. അതങ്ങോട്ട് തീരെ ഇഷ്ടമില്ലാത്ത പോലെ അംബിക പറയുക, ഒന്നോ രണ്ടോ പേരെങ്ങാണോ ആണെങ്കിൽ വന്നോട്ടെ. ദാണ്ട രാജുവിൻ്റെ വീട്ടിൽ നിന്ന് ഫുൾ ഫാമിലി, പോരാത്തിന് കൊച്ചമ്മണി ഒരു ടിന്ന് നിറച്ച് പലഹാരമുണ്ട് തിന്നാനായിട്ട്. അതൊക്കെ എടുത്തുകൊണ്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. രാജുവിൻ്റെ വീട്ടിലുള്ള എല്ലാവരെയും കണ്ടപ്പോഴേ അംബിക അങ്ങ് ഞെട്ടി. എടോ, തനിക്കിത് നേരത്തെ പറയാൻ വയ്യായിരുന്നു. ഡ്രൈവർ ഉടനെ പറയാം, മേഡം ഈ കാർ ഇവരെ കൊണ്ടുപോകാൻ വേണ്ടി വന്നതാ, മേഡം അതിനകത്ത് കയറുമെന്ന് എനിക്കെന്തോ അറിയാം. അംബികയെ ആ കാറിൽ കണ്ടപ്പോഴേ വേണുവേട്ടനും ഫാമിലിക്കും മനസ്സിലായി ഇന്ന് ഈ കാറിൽ എന്തെങ്കിലും നടക്കുമെന്ന്. ഡ്രൈവർ പറയുക, നിങ്ങളിതിനകത്തോട്ട് കയറിക്കോ, അർമ്മസാറും എല്ലാം വേറൊരു കാറിൽ അങ്ങോട്ട് പോയിട്ടുണ്ട്. കൊച്ചമ്മണിക്ക് അംബികയെ കണ്ടപ്പോഴേ ദേഷ്യം എരച്ചു വരിക. ഈ എണ്ണം കെട്ടവളെ കണ്ടോണ്ടാണല്ലോ പോണ്ടത്, ഇനി ഇവിടെ പത്രാസിന് നമ്മൾ കയറുന്ന വല്ല ഇവക്ക് ഇഷ്ടപ്പെടുവോ? രാധമ്മ പറയുക, ഞാൻ അപ്പോഴേ പറഞ്ഞതാ വരുന്നില്ലെന്ന്, കൊമ്പത്തെ കുറേ രാജകുമാരിമാർ. അങ്ങനെ പറഞ്ഞാൽ പറ്റുമോ രാധമ്മേ? നമുക്ക് പോയല്ലാ പറ്റൂ. ഇനി ഇവിടെ കാര്യം, ഇവളെ ഞാൻ ഓടിച്ച് മടക്കി കൈത്തരാം. ആ ഡ്രൈവർ പറയുക, അയ്യോ നിങ്ങൾ കയറിക്കോളൂ, ഈ കാറേ സരസ്വതിയമ്മ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം അയച്ച കാറാ. ഈ കാറിൽ അംബിക മേഡം കയറി ഇരുന്നേ ഉള്ളൂ. അത് കേട്ടിട്ട് നമ്മുടെ കൊച്ചമ്മണി പറയും, ആഹാ അത് കൊള്ളാമല്ലോ, അപ്പോൾ നമ്മുടെ കാറിൽ ഇവള് വലിഞ്ഞു കയറിയിരിക്കുമല്ലേ, ഇവക്ക് ഞാനിന്ന് വയറ് നിറച്ച് അടപ്രഥമൻ തന്നെ കൊടുക്കാം. അങ്ങനെ അവരെല്ലാവരും കൂടെ കാറിൽ കയറി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. അംബികയ്ക്കാണെങ്കിൽ ദേഹത്ത് ചൊറിയാൻ പുഴു കയറിയതുപോലുള്ള അവസ്ഥയിൽ ഇരിക്കുക. നമ്മുടെ കൊച്ചമ്മണി കളി തുടങ്ങി. എന്താ അംബികയെ ഒരു ചുണുചുണുങ്ങ് പോലെ ഇരിക്കുന്നത്? കൊറോണയാണോ ഇനി ചുഴലിയാണോ? എനിക്ക് കൊറോണയൊന്നുമില്ല. അംബിക എന്നിട്ട് പിറുപിറുക്കുക, കൾച്ചറില്ലാത്ത ജന്മങ്ങൾ. വേണുവേട്ടൻ ചോദിക്കുന്നുണ്ട്, അവരൊക്കെ മുന്നേ പോയോ മേഡം? വേണുവേട്ടൻ മനസ്സിൽ പറയുന്നുണ്ട്, ദൈവമേ ഈ യാത്ര അലമ്പാകുമെന്നാണ് തോന്നുന്നത്. കൊച്ചമ്മണി ഡ്രൈവറോട് ചോദിക്കുന്നു, എടോ ഡ്രൈവറെ തൻ്റെ പേരെന്താടോ? ഡ്രൈവർ പേര് ശരവണനൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. മോനെ ശരവണ, കാറ് വളരെ പതുക്കെ വിട്ടാൽ മതി കേട്ടോ, ഈ കാഴ്ചകളൊക്കെ കണ്ടുപോകണം. ഞാനൊഴികെ ഇവരാരും കൂടുതൽ യാത്രയൊന്നും ചെയ്തിട്ടില്ല. പിന്നെ നല്ല നാടൻ ചായക്കട കാണുമ്പോൾ ഒന്ന് നിർത്തണേ. ഇവർക്കൊക്കെ മുട്ട ബജ്ജിയോ മുളക് ബജ്ജിയോ എന്തെങ്കിലുമൊക്കെ ഒന്ന് വാങ്ങിച്ചു കൊടുക്കണം. അംബിക്ക് സുഖിയനൊക്കെ ഇഷ്ടമാണോ? അല്ല, നമ്മൾ പോകുന്ന സ്ഥലത്തിൻ്റെ പേരെന്താണ്? അപ്പോൾ വേണുവേട്ടൻ പറയുന്നു, കൊടുങ്കാടിനകത്തുള്ള ഒരു ഗ്രാമമാണ്, പാണ്ഡവപ്പാറയെന്ന് പറയും. പ്രതാപൻ ചോദിക്കുന്നു, ശേഖര ചേച്ചിയെ കാണുന്നില്ലല്ലോ, അത് വേണുവേട്ടനെയും ഫാമിലിയും പിക്ക് ചെയ്യണ്ടേ ചേട്ടാ, അതുകൊണ്ടാ. അതിന് ശേഖര അവരും വരുന്നുണ്ട്? ആ വരുന്നുണ്ട് ചേട്ടാ. അവർ വരുന്ന കാര്യം ഏട്ടൻ അറിയില്ലായിരുന്നോ? എനിക്കറിയില്ലായിരുന്നു. അമ്മയ്ക്ക് ഒരേ നിർബന്ധം എല്ലാവരും വരണമെന്ന്. എന്തായാലും അത് നന്നായി ശേഖര, ചടങ്ങ് കെങ്കേമമാവുമല്ലോ. എല്ലാവരെയും ഒരുമിച്ച് കാണുകയും ചെയ്യാൻ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു നാടല്ലേ പാണ്ഡവപ്പാറ. നല്ലത് മാത്രമുള്ള ഒത്തിരി ഒത്തിരി ഓർമ്മകൾ. എനിക്ക് പലതും അറിയില്ലല്ലോ ഏട്ടാ. എടാ ശേഖര, നീ അന്ന് കുഞ്ഞല്ലേ, എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ഒരു ഗ്രാമം തന്നെ ഉണ്ട് അവിടെ. കൊച്ചമ്മണി അങ്ങനെ പലഹാരപാത്രമൊക്കെ തുറന്ന് തിന്നാൻ തുടങ്ങിയിരിക്കുവാണ്. അംബികയോട് ചോദിക്കുന്നു, മുറുക്ക് വേണോ അതോ പക്കാവട വേണോ? അംബികയ്ക്കാണെങ്കിൽ അതൊക്കെ കണ്ടിട്ട് ഇളുപ്പ് വരുക. അംബികയ്ക്ക് എന്താ ഷവർമ മാത്രമേ ഇഷ്ടമുള്ളൂ. അത് കേട്ടിട്ട് അംബികയ്ക്ക് ദേഷ്യം വരുക. നിങ്ങൾക്കൊന്ന് അടങ്ങിയിരിക്കാൻ പറ്റുമോ? കൊച്ചമ്മണി മനഃപൂർവ്വം ചെയ്യുന്നതാണോ അറിയാതെ ചെയ്യുന്നതാണോ അറിയില്ല, ഒരുപാട് ശല്യമൊക്കെ ചെയ്യുന്നുണ്ട്. കപ്പലണ്ടിയൊക്കെ ഇങ്ങനെ കയ്യിലിട്ട് തൂത്താൻ്റെ തൊലിയൊക്കെ പറത്തി വിടുന്നു. അംബികയുടെ മുഖത്തും കണ്ണിലുമൊക്കെ പോയി വീഴുന്നുണ്ട്. അയ്യേ, ഇതെന്തൊരു ഡിസ്റ്റർബൻസാ എന്നൊക്കെ അംബിക ചോദിക്കുന്നു. എടി മരുമോളെ പ്രിയേ, നിനക്ക് കപ്പലുണ്ടിയോ തക്കാളി മുറുക്കോ വല്ലതും വേണോ? എനിക്കങ്ങും വേണ്ട എന്ന് പ്രിയൻ ദേഷ്യത്തോടെ പറയുന്നുണ്ട്. യാത്രയെന്ന് വെച്ചാൽ നല്ല ഉല്ലാസകരമായിരിക്കണം, അല്ലാതെ കാറിനകത്ത് കയറി ഇങ്ങനെ മുനിമാരെ പോലെ ഇരിക്കുന്നതല്ല കേട്ടോ എന്നൊക്കെ കൊച്ചമണി പറയുന്നുണ്ട്.
രാധമ്മ കണ്ടോ അനങ്ങാതിരിക്കുന്നു. പെട്ടെന്ന് രാധമ്മ പറയാം, ഇനി എൻ്റെ മേക്കത്തിട്ട് വാ, ഇനി എല്ലാവരെയും കഴിഞ്ഞ് അടുത്ത ആളുടെ പുറത്തോട്ട് വരുവാ. ഈ അഹങ്കാരികളായ പെണ്ണുങ്ങൾക്ക് ഗുണപാഠപരമായ ഒരു കഥ ഞാൻ പറയാം. ഞാൻ പൊള്ളാച്ചിയിൽ സർവീസിലിരിക്കുന്ന കാലം. പിള്ളയാർ കോവിലിനടുത്ത് തങ്കവേൽ ചെട്ടിയാരുടെ വീട്ടിലായിരുന്നു ഡ്യൂട്ടി. എത്ര ചൂലുണ്ടായിരുന്നു അവിടെ അടിച്ചു വാരാൻ എന്നിങ്ങനെ ജയൻ ചോദിക്കുമ്പോൾ, നീ ഒന്ന് പോടാ, എൻ്റെ പണിയായുധം ചൂലാണെന്ന് ഇവിടെയുള്ള എല്ലാവർക്കും അറിയാം. വേണുവേട്ടൻ പറയുന്നു, എല്ലാവരുടെയും ഉറക്കം മാറിക്കിട്ടും, എന്നാലേ ആ ഗുണപാഠമുള്ള കഥ അങ്ങോട്ട് പറഞ്ഞാട്ടെ. തങ്കവേലു ചെട്ടിയാരുടെ ഭാര്യ ഈ ഇരിക്കുന്ന അമ്പിയെ പോലെയാണ്. ഈ അഹങ്കാരത്തിന് കയ്യും കാലും വെച്ച പോലൊരു രൂപം. അത് കേട്ടിട്ട് അമ്പിയയ്ക്ക് ദേഷ്യം വന്നിട്ട്, ദേ തള്ളേ, കുറേ നേരം കൊണ്ട് ഞാൻ സഹിക്കുക, മര്യാദയ്ക്ക് സംസാരിച്ചില്ലെങ്കിലേ എൻ്റെ സ്വഭാവം അങ്ങ് മാറും. ഞാൻ ആരാണെന്നാണ് നിങ്ങൾ കരുതിയിരിക്കുന്നത്? അത് കേട്ടിട്ട് നമ്മുടെ രാധമ്മ പറയുന്നു, എൻ്റെ പൊന്ന മേഡം, നിങ്ങളൊന്ന് ക്ഷമിക്കും. ഇവരിങ്ങനെയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കും, ഇവർക്ക് വട്ടാണോ എന്ന് എനിക്ക് സംശയമില്ലാതില്ല. വേണുവേട്ടനും പറയുന്നു, ജയൻ്റെ അമ്മേ, അംബിക മേഡത്തിനോട് മര്യാദകേട് പറയരുത്. വർമ്മ സാറിൻ്റെ ചേച്ചിയാണ് അംബിക മേഡം, ഞങ്ങളൊക്കെ ബഹുമാനിക്കുന്നവരാ. വെറുതെ എന്തും അങ്ങ് പറയാമെന്ന് കരുതരുത്. അംബിക മേഡത്തോട് മാപ്പ് പറയാം. പിന്നെ മാപ്പ് പറയാനോ? എന്നെ കിട്ടില്ല അതിനൊന്നും. അംബിക പറയുക, അയ്യോ ഇവർ മാപ്പൊന്നും എന്നോട് പറയണ്ട, ഇവർ ദേവി ചെയ്ത് വായൊന്ന് തുറക്കാതിരുന്നാൽ മതി. നമ്മുടെ കൊച്ചമ്മണി വിടുവോ? വായ തുറക്കാനുള്ളതാ. ഈ ഓട്ടം തുള്ളലുകാരനായി എൻ്റെ ഭർത്താവിനെ പോലും ഞാൻ അനുസരിച്ചിട്ടില്ല. പിന്നെ അല്ലേ ഈ അംബിക പോകുന്നതൊരു വലിയ സ്ഥലത്തേക്കാണ്. എന്തൊക്കെയാണോ കൊച്ചമ്മണി അവിടെ കാണിക്കാൻ പോകുന്നതെന്ന് ഓർത്തിട്ട് പ്രിയയ്ക്ക് ഭയങ്കര പേടിയും സങ്കടമാണ്. പ്രിയ ജയനോട് പറയാം, ഇവരെ പിടിച്ചെന്ന് തൊടലിലിടാവോ, ഇങ്ങോട്ട് വാടി എന്നെ തൊടലിടാനായിട്ട് നീ എന്നും പറഞ്ഞ് കൊച്ചമ്മണി പ്രിയയുടെ നേരെ ചാടുവാണ്. അംബികയെ ദേഷ്യം പിടിപ്പിക്കാനായിട്ട് നമ്മുടെ കൊച്ചമ്മണി ആ പലഹാരങ്ങൾ ഓരോന്നും അംബികയെ കാണിച്ചിങ്ങനെ ഒരുമാതിരി ചവച്ച് തിന്നുക. അതൊക്കെ കാണുമ്പോൾ അംബികയ്ക്ക് അങ്ങ് വല്ലാത്ത ഈർച്ചകേട് തോന്നുന്നുണ്ട്. പ്രതാപനും ശേഖരനും യാമയെല്ലാം ആദ്യത്തെ കാലിൽ തന്നെ സൂര്യമംഗലത്ത് എത്തിക്കഴിഞ്ഞു. അവിടുത്തെ പരിചാരകരും കാര്യസ്ഥരും എല്ലാം അവരെ സ്വീകരിക്കാനായിട്ട് അങ്ങനെ വാതൊക്കെ കാത്തു നിൽക്കുവാണ്. അപ്പോൾ ഫ്രണ്ട്സ്, പ്രതാപനും കൂട്ടരും എത്തിയിട്ടുണ്ട്. ഇനി അംബികയും നമ്മുടെ കൊച്ചമ്മണിയും വരുന്ന വണ്ടിയാണ് എത്താനുള്ളത്. അവരിങ്ങെത്തുവോ അതോ അതിനകത്ത് വെച്ചും തല്ലും വഴക്കും കൂടി രണ്ടായിട്ട് പിരിയുവോ എന്നൊന്നും അറിയില്ല. അവിടെ വന്നതിന് ശേഷം എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത്, കൊച്ചമ്മണി അവിടെ ആകെ അലങ്കോലമാക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. അംബിക ഇനി മഹാദേവവർമ്മയുടെ ഫോട്ടോയും അവിടെ നടക്കുന്ന ചടങ്ങുമൊക്കെ കാണുമ്പോൾ അവൾക്ക് ഭ്രാന്തളകി നടന്ന കഥയൊക്കെ വിളിച്ച് കൂവുമോ എന്നൊക്കെയുള്ള റിവ്യൂവുമായി നമുക്ക് നാളെ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.